ഹായ് ആൾ, എല്ലാവർക്കും നിൽസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LP-UP സീരീസിൽ നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു റിവിഷൻ ടെസ്റ്റ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UP സ്കൂൾ അസിസ്റ്റന്റ് UPSA 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 പത്മശ്രീ ലഭിച്ച മുഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? 2020 പത്മശ്രീ ലഭിച്ച മുഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നോക്കുവിദ്യ പാവക്കളി. നോക്കുവിദ്യ പാവക്കളി. അത് 2020 പേപ്പർ ആയതുകൊണ്ട് 2020 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 2021 പത്മഭൂഷൺ നേടിയ മലയാളി ഗായികയാണ് ആര്? KS ചിത്ര. 2021 മലയാളി ഗായികയായ KS ചിത്രയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 4 പത്മശ്രീ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് മലയാളികൾക്ക്. 2023 ലഭിച്ച പത്മശ്രീ അവാർഡുകൾ: CV അപ്പുക്കുട്ടൻ പൊതുവാൾ സാമൂഹിക പ്രവർത്തനം, CA ഐസക് സാഹിത്യം വിദ്യാഭ്യാസം, അതുപോലെ ചെറുവയൽ K രാമൻ കൃഷി, അതുപോലെ SRD പ്രസാദ് കായികം. SRD പ്രസാദ് കായികം 2023 പത്മശ്രീ ലഭിച്ച മലയാളിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നോട്ട് ചെയ്യേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കൂടാതെ തന്നെ ശാസ്ത്ര ഗവേഷണം കൂടി എന്തിലുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ വകുപ്പിലുണ്ടായിരുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്തത് ശാസ്ത്ര ഗവേഷണം അതുപോലെ വിദ്യാഭ്യാസം കൂടിയായിരുന്നു. അതുപോലെ UGC IIT ഇതൊക്കെ നിലവിൽ വരുമ്പോൾ ഉള്ള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. UGC IIT ഇവ രണ്ടും നിലവിൽ വരുമ്പോൾ ഉള്ള വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അതുപോലെ IITക്ക് ആ പേര് നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എന്ന് ആണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി 2017 ജൂലൈ 1. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടു അല്ലെ. 2017 ജൂലൈ 1. ഇത് GSTയുടെ മോട്ടോ എന്ന് പറയുന്നത് എന്താ? 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് ആണ് GSTയുടെ മോട്ടോ, ആപ്തവാക്യം എന്ന് പറയുന്നത്. അതുപോലെ GST ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും അതുപോലെ നരേന്ദ്രമോദിയും കൂടിയിട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും ചേർന്നാണ് GST ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ആദ്യമായി GST ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ് കേട്ടോ. ആസാമാണ് ആദ്യമായി ഇന്ത്യൻ സംസ്ഥാനം GST പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാ? ഭരണഘടനാ വകുപ്പ് 246A. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനം കേരളത്തില് GST പാസാക്കിയ ദിവസം എന്ന് പറയുന്നത് 2017 ഓഗസ്റ്റ്
17 2017 ഓഗസ്റ്റ് 17 കേരളം GST സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, തിഹാർ ജയിൽ എവിടെയാണ്? തിഹാർ ജയിൽ എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ന്യൂഡൽഹി ആണ് കേട്ടോ. ന്യൂഡൽഹിയിലാണ് തിഹാർ ജയിൽ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലാണ് എന്ത്? തിഹാർ ജയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജയിൽ യർവാദ ജയിൽ, പൂനെയിലുള്ള യർവാദ ജയിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ജയിൽ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ രണ്ടാമത്തെ ജയിൽ. അടുത്ത ചോദ്യം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1 കേട്ടോ. ഓക്കെ, പോക്സോ നിലവിൽ വന്ന വർഷം 2012 നവംബർ 14 2012 നവംബർ 14. അതുപോലെ 2019, അടുത്ത ചോദ്യം, 2019 പ്രളയം ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കിയ പുത്തുമല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാടാണ് ശരിയായ ഉത്തരം. വയനാട്. ഇതില് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി. 1341 കേട്ടോ. അതില് ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിവര സാങ്കേതിക വിദ്യാ പഠനത്തിനും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി കൈറ്റ് ആണ്. കൈറ്റിന്റെ ഫുൾ ഫോം എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് പദ്ധതി നിലവിൽ വന്നത് 2017. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം തിരുത്തണിയാണ് കേട്ടോ. തിരുത്തണി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അദ്ദേഹം രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. അടുത്ത ചോദ്യം, പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന്? എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 2019 ഒക്ടോബർ 31. ഓപ്ഷൻ എ. 2019 ഒക്ടോബർ 31 എന്ത്? പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 5 കേട്ടോ. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകി. അടുത്ത ചോദ്യം, 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓസ്ട്രേലിയയാണ് 2020 വനിതാ ലോകകപ്പ് ജേതാക്കൾ. അന്നത്തെ റണ്ണറപ്പ് ആരായിരുന്നു? റണ്ണറപ്പ് ഇന്ത്യ ആയിരുന്നു കേട്ടോ. റണ്ണറപ്പ് ഇന്ത്യയാണ്. 2020 വനിതാ ലോകകപ്പ് വേദിയായത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഹോസ്റ്റ് ചെയ്തത് ഓസ്ട്രേലിയയാണ്. അവിടെ വിജയിച്ചത് ഓസ്ട്രേലിയ. അതുപോലെ തന്നെ അവിടെ റണ്ണറപ്പ് ആയത് ഇന്ത്യ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹ താപഫലം പ്രയോജനപ്പെടുത്തുന്നത്? വൈദ്യുത മോട്ടോർ. അവിടെ എന്താ പ്രയോജനപ്പെടുത്തുന്നത്? അവിടെ മെക്കാനിക്കൽ എനർജിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. LED ബൾബ് താപഫലമല്ല, ജനറേറ്റർ അല്ല, സുരക്ഷാ ഫ്യൂസ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി.
വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏത്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏതാ? കുളോംബ് ആണ്. കുളോംബ് ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ്. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ എന്ത് വിളിക്കും? കറണ്ട് എന്ന് വിളിക്കും. ഇക്വേഷൻ ഓർക്കുക, P is equal to IV ആണ്. അപ്പോ P by V എന്ന് പറയുന്നത് I ആയിരിക്കും. ഐന്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണ്. ആംപറേജ് ആണ് കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? ആംപെയറേജ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെയും സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യം അറിയിക്കാൻ ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്റർ ആണ് കേട്ടോ. ഗാൽവനോമീറ്റർ. താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയത് ഏതാണ്? ശൂന്യതയല്ല, ജലമല്ല, വായുവല്ല. ഓപ്ഷൻ ബി വജ്രമാണ് ശരിയായ ഉത്തരം. സാന്ദ്രത കൂടുതൽ ആലോചിക്കാം. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര? ക്രിട്ടിക്കൽ കോൺ അളവ് 48.6 ആണ് കേട്ടോ. 48.6 ആണ്. 48.6 ആണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. 42 എന്ന് പറയുന്നത് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ ആണ് കേട്ടോ. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ ആണ് 42 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അന്തരീക്ഷ അപവർത്തനം. നമുക്ക് ആലോചിക്കാം, നക്ഷത്രങ്ങളിൽ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ വാക്വം, ശൂന്യതയുണ്ട്, അതിനുശേഷം എയർ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആ വെളിച്ചം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും ഒരുപാട് അപവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാവും. അവിടെ അന്തരീക്ഷ അപവർത്തനമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്നതിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? താഴെ കൊടുക്കുന്നതിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ് ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം എന്ന് പറയുന്നത്. അടുത്തത്, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഓപ്ഷൻ ബി ആണ് ഫോട്ടോവോൾട്ടായിക് പ്രഭാവം. ഫോട്ടോവോൾട്ടായിക് ഇഫക്റ്റ് ആണ് എന്ത്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണം. അവിടെ സോളാർ സെല്ലിൽ എങ്ങനെയാണ് ഫോട്ടോൺസ് വന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ സൂര്യപ്രകാശത്ത് പാനൽ വെക്കില്ലേ, ലൈറ്റിൽ എന്താണുള്ളത്? ഫോട്ടോൺസ് ആണ്. അപ്പോൾ ഇവിടെ ഫോട്ടോവോൾട്ടായിക് ഫോട്ടോൺസിന് നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ ഫോട്ടോവോൾട്ടായിക് പ്രഭാവമാണ് എന്ത്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണം. അടുത്തത്, നമ്മുടെ രാജ്യത്തിന് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? ഓപ്ഷൻ ബി 50 ഹെർട്സ് ആണ് ശരിയായ ഉത്തരം. കേരളത്തിലെ പവർ സ്റ്റേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വോൾട്ടത എന്ന് പറയുന്നത് 11 കിലോ വോൾട്ട് ആണ് കേട്ടോ. അതുപോലെ വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വാട്ട് അവർ മീറ്റർ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വീട്ടിലേക്ക് വരുന്ന വൈദ്യുതി വോൾട്ടേജ് എന്ന് പറയുന്നത് 220 മുതൽ 230 വോൾട്ടേജ് വരെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിന്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഇതിൽ ചോദ്യത്തിൽ തെറ്റുണ്ട്, അത് കാരണം നമുക്ക് അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, സബ്ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SPDF അങ്ങനെ ഏതെങ്കിലും ഒന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും എഴുതാമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്തത് 22. താഴെ കൊടുക്കുന്നതിൽ സംക്രമണ മൂലകം ഏതാണ്? സംക്രമണ മൂലകം എന്ന് പറയുന്നത് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്നത് ആരാണ്? മാംഗനീസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.
ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? ഒരു വാതകത്തിന്റെ വ്യാപ്തം, വോള്യവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അവഗാഡ്രോ നിയമമാണ്. 23 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ പ്രഷറും വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ളതാണ് കേട്ടോ. വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ളതാണ്. ചാൾസ് ലോ എന്ന് പറയുന്നത് വോള്യവും ടെമ്പറേച്ചറും തമ്മിലുള്ള, താപവും വ്യാപ്തവും തമ്മിലുള്ളതാണ്. പാസ്കൽസ് നിയമം നമുക്കറിയാം പ്രഷറും ഏരിയയും തമ്മിലുള്ളതാണ് പാസ്കൽസ് നിയമം എന്ന് പറയുന്നത്. അവഗാഡ്രോ നിയമം മാത്രമാണ് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള നിയമം പറയുന്നത്. അടുത്ത ചോദ്യം, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിക്കുന്ന ലോഹം ഏത്? സ്വയം ഓക്സീകരണവും നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിക്കുന്നത് കോപ്പർ ആണ് കേട്ടോ. കോപ്പർ. അടുത്ത ചോദ്യം, ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം എന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്. നൈട്രിക് ആസിഡ് എഴുതിപ്പോയി. സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ് എന്ത്? ഒലിയം എന്ന് പറയുന്നത് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോഴാണ് ഒലിയം ലഭിക്കുന്നത്. ഒലിയത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2S2O7 ആണ് കേട്ടോ. H2S2O7 ആണ്. സൾഫ്യൂരിക് ആസിഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒലിയം കിട്ടുന്നത്. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ അയിരാണ് കേട്ടോ. ഓപ്ഷൻ സി ശരിയായ ഉത്തരമാണ്. സിങ്ക് ആണ് കലാമിൻ എന്ന ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നത്. സിങ്ക് ആണ്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്. ലീച്ചിങ് എന്നുള്ള പ്രക്രിയ ആലോചിച്ച് വെക്കുക. അതിലൂടെ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടക്കുന്നത്? ഓപ്ഷൻ ഡി ബോക്സൈറ്റ് ആണ് കേട്ടോ. ബോക്സൈറ്റ് ആലോചിച്ച് വെക്കുക. അതുപോലെ പലതരത്തിലുള്ള രീതികളുണ്ട്. ഉരുക്കി വേർതിരിക്കൽ രീതിയുണ്ട്. ഈ ഉരുക്കി വേർതിരിക്കുന്നത് ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ വേർതിരിക്കുന്ന രീതി ഉരുക്കി വേർതിരിക്കലാണ്. സ്വേദനം അപദ്രവ്യം അടങ്ങിയ ലോഹം ഒരു റിട്ടോട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് എന്ത്? സ്വേദനം എന്ന് പറയുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇതെല്ലാം സ്വേദനം വഴി വേർതിരിക്കുന്ന ലോഹങ്ങളാണ്. അടുത്ത ചോദ്യം, ആൽക്കീനുകളുടെ പൊതുവാക്യം ഏത്? ആൽക്കീനുകളുടെ പൊതുവാക്യം ഏതാണ്? CnH2n ആണ് കേട്ടോ. HCnH2n ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആൽക്കൈനുകളാണെങ്കിൽ CnH2n+4, ആൽക്കീനുകളാണെങ്കിൽ CnH2n, ആൽക്കൈനുകളാണെങ്കിൽ CnH2n-2. ഓർത്തു വയ്ക്കാം. അടുത്തത്, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ആണ് എത്തനോൾ. ഏതാണ്? എത്തനോൾ ആണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതുപോലെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോൾ ആണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോള് എത്തനോൾ ആണ് കേട്ടോ. വുഡ് സ്പിരിറ്റ്, മെത്തനോൾ, ഗ്രേപ്പ് സ്പിരിറ്റ്, എത്തനോൾ. അടുത്ത ചോദ്യം, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ഏതാണ്? അൽനിക്കോ ആണ് സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് അൽനിക്കോയാണ്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ് കേട്ടോ. ഏതാണ്? ഹൈപ്പോ തലാമസ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം,
മനുഷ്യ നേത്രത്തിലെ റോഡ് കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി റെറ്റിനയാണ്. റെറ്റിന. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളെ നമ്മൾ റോഡുകൾ എന്ന് പറയും ട്ടോ. അതുപോലെ വസ്തുക്കളെ കറുപ്പായും വെള്ളയുമായി കാണാൻ സഹായിക്കുന്നത് റോഡാണ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് എന്ത്? കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്, ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗിക്കുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? DNA വാഹകർക്ക് പറയുന്നത് എന്താണ്? പ്ലാസ്മിഡ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പ്ലാസ്മിഡ് ആണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നത് DNA ഫുൾ ഫോം ആണ്. DNA പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. 2 ചുറ്റുകോവണി പ്രകാരം DNA തന്മാത്ര എത്ര ഇഴകൾ ചേർന്നതാണ്? 2 ഇഴകൾ ചേർന്നതാണ് കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിന്റെ ഇതര ഗോളങ്ങൾ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തങ്ങൾ പേര് എന്ത്? ഈ സിദ്ധാന്തത്തിന്റെ പേരെന്ന് പറയുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പാൻസ്പെർമിയ സിദ്ധാന്തം. ആർഡിപിത്തേക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ഓപ്ഷൻ എ ആഫ്രിക്കയാണ് ശരിയായ ഉത്തരം. ആർഡിപിത്തേക്കസ് റാമിഡസ് ഏറ്റവും പുരാതനമായ അംഗമാണ്. അതിന്റെ ഫോസിൽ ലഭിച്ചത് ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ഹോമോ ഹാബിലിയസ്, ഓസ്ട്രേലിയപിത്തിക്കസ് അഫൻസിസ് ഇതെല്ലാം എന്താണ്? ആഫ്രിക്കയിലാണ് കണ്ടിട്ടുള്ളത്. ഹോമോ സാപ്പിയൻസ് ആദിമ മനുഷ്യൻ അവന്റെ ഫോസിൽ ലഭിച്ചത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഹോമോ സാപ്പിയൻസ് ആധുനിക മനുഷ്യന്റെ ഫോസിൽ ലഭിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അടുത്തത്, ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹ്യൂഗോ ഡേവിസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ഹ്യൂഗോ ഡേവിസ്. അദ്ദേഹം ഡച്ചുകാരനായിരുന്നു. അദ്ദേഹം ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. ഉൽപരിവർത്തനം ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മികമായ മാറ്റങ്ങളെയാണ് നമ്മൾ ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തി സൂക്ഷ്മജീവി ഏത്? ഓപ്ഷൻ സി വൈറസ് ആണ്. നമുക്ക് ഒരു പാരന്റിൽ കയറി അതായത് ഒരു ജീവനുള്ള സെല്ലിൽ കയറുമ്പോൾ മാത്രമേ വൈറസിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതിരിക്കുന്ന സമയത്ത് അതൊരു ഡെഡ് സെല്ല് പോലെയാണ്. അപ്പൊ ഓപ്ഷൻ സി വൈറസ് ആണ് ശരിയായ ഉത്തരം. കരളിൽ കൊഴുപ്പ് കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഫാറ്റി ലിവർ. ഓപ്ഷൻ സി ആണ്. ഫാറ്റി ലിവർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? ബ്ലൈറ്റ് രോഗമാണ് കേട്ടോ. നെല്ലിനെ ബാധിക്കുന്ന രോഗം ബ്ലൈറ്റ് രോഗമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അതുപോലെ രോഗകാരികളായ ബാക്ടീരിയ, നെൽച്ചെടികളിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, ഇത് രണ്ടും ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. വൈറസ് ഉണ്ടാക്കുന്നത് ഏതാ? പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പു രോഗം. വാഴയിലെ കുറുനാമ്പു രോഗം, അതുപോലെ പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം ഉണ്ടാകും. അത് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്തത്, ഫംഗസിന്റെ കാരണം ഉണ്ടാകുന്നതാണ് കുരുമുളകിലെ ദ്രുതവാട്ടം. അതുപോലെ തെങ്ങിന്റെ കൂമ്പുചീയൽ. ഇത് രണ്ടും എന്താണ്? ഫംഗസ് കാരണം ഉണ്ടാകുന്നത്. കുരുമുളകിലെ ദ്രുതവാട്ടവും അതുപോലെ തന്നെ തെങ്ങിന്റെ കൂമ്പുചീയലും. അടുത്ത ചോദ്യം 40. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥിയാണ്. ഓപ്ഷൻ എ ആണ്
ശരിയായ ഉത്തരം. തൈമസ് ഗ്രന്ഥി ശരിക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മാറെല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവിയാണ് എന്തെന്ന് പറയുന്നത്, തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുപോലെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് തൈമോസിൻ ആണ് കേട്ടോ. തൈമോസിൻ ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് EH സ്റ്റാർലിംഗ് ആണ്. EH സ്റ്റാർലിംഗ്. അടുത്ത ചോദ്യം, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ ട്ടോ. വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതേപോലെ ആ പത്രം ആരംഭിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. പത്രം ആരംഭിച്ച വർഷം 1905. അടുത്ത ചോദ്യം, എന്റെ ജീവിത സ്മരണകൾ എന്ന ആരുടെ ആത്മകഥ ഗ്രന്ഥമാണ്? എന്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭന്റെ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹമാണ് NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. 1900 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത്. 1914 ഒക്ടോബർ 31. അതുപോലെ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്ത്? NSS. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. ഇതിനോടൊപ്പം ശ്രദ്ധിക്കുക, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം മത ധർമ്മ പരിപാലന സംഘം രൂപീകരിക്കുകയുണ്ടായി. അത് SNDPയുടെ പ്രചോദനത്തിലാണ് കേട്ടോ. SNDP ആ സംഘത്തിന്റെ മാതൃകയിലാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഇസ്ലാമത ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആറ്റിങ്ങൽ കലാപം പറയും. അതായത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രക്ഷോഭം അല്ലെങ്കിൽ ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അഞ്ചുതെങ്ങ് കലാപം പറയും. സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആറ്റിങ്ങൽ കലാപം എന്ന് പറയും. 1721 ഏപ്രിൽ 15 എന്തുണ്ടായത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ശുചീന്ദം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. അതുപോലെ ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് കേട്ടോ. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ. അതുപോലെ അദ്ദേഹം രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ, അതുപോലെ സംഗീതജ്ഞരിലെ രാജാവ് എന്ന പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ
നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായ വ്യക്തി ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കണ്ണൻമൂലയാണ് കേട്ടോ. കണ്ണൻമൂലയാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ജനിച്ച 1853 കേട്ടോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് എന്ത്? കുഞ്ഞൻ പിള്ള. അടുത്ത ചോദ്യം, കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപ്പു. ആരാണ്? ഡോക്ടർ പൽപ്പു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ പൽപ്പു. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അദ്ദേഹം ഈഴവ മഹാസഭ സ്ഥാപിച്ചു. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. TK മാധവൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ TK മാധവൻ. അടുത്തത്, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആത്മാനന്ദ സ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആത്മാനന്ദ സ്വാമികൾ. അടുത്ത ചോദ്യം, ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? ഈഴവരെയും പുലയരെയും ഒരുമിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. അദ്ദേഹം 1917 സഹോദര സംഘം സ്ഥാപിച്ചു. സഹോദര സംഘം സ്ഥാപിച്ചത് 1917. യുക്തിവാദി മാസിക ആരംഭിച്ചത് അദ്ദേഹമായിരുന്നു, കെ അയ്യപ്പനായിരുന്നു. അതാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഈ സന്ദേശം നൽകിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്നിത് സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, മാവേലി നാടുവാണിടും കാലം എന്ന കവിതയുടെ രചയിതാവ് കൂടിയാണ് ആര്? സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചോദ്യം 53. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? അയ്യങ്കാളി അല്ലേ? ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. അടുത്ത ചോദ്യം, വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയൻ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആണ് ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് കൂടിയായിരുന്നു. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AKG. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരായിരുന്നു? കെ കേളപ്പൻ തന്നെയായിരുന്നു കേട്ടോ. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ എന്ന് പറയുന്നത്. കെ കേളപ്പൻ NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ചോദ്യം,
കൊടുങ്കാറ്റിന്റെ മാറ്റൊളി എന്നുള്ളത് ആരുടെ രചനയാണ്? കൊടുങ്കാറ്റിന്റെ മാറ്റൊളി എന്നുള്ളത് AK ഗോപാലൻ. ഓപ്ഷൻ സി എന്നത് AK ഗോപാലന്റെ AKGയുടെ രചനയാണ്. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആര്? 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ ആണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചേരനല്ലൂരാണ്. അതുപോലെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. നോട്ട് ചെയ്യുക, കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ കവിതകൾ കവിതിലകൻ ബഹുമതി നൽകിയത് കൊച്ചി രാജാവാണ് കേട്ടോ. കവിതിലകൻ എന്നുള്ള ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയിട്ടുണ്ട്. അത് കൊച്ചി രാജാവാണ് നൽകിയത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏത്? വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം തലക്കുളമാണ്. തലക്കുളം, തളിക്കുളം അല്ല, തലക്കുളം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വേലുത്തമ്പി ദളവ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നുള്ളതാണ്. അദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ക്ഷേത്രമാണ് ഏത്? ഇളമ്പല്ലൂർ ക്ഷേത്രം. കൊല്ലത്തുള്ള ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് എന്ത്? അദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അതുപോലെ വിളംബരം പുറപ്പെടുവിച്ച ദിവസം എന്ന് പറയുന്നത് 1809 ജാനുവരി 11 ആണ്. അടുത്തത്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, കുറിച്യർ കലാപം നടന്ന വർഷം. കുറിച്യർ കലാപം നടന്ന വർഷം ഏതാണ്? 1812 ആണ് കുറിച്യർ കലാപം നടന്ന വർഷം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ് കേട്ടോ. അത് വയനാട്ടിലാണ് കലാപം നടക്കുന്നത്. അതുപോലെ വട്ടത്തൊപ്പിക്കാരെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യം കുറിച്യരുടേതാണ്. മല്ലൈ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം കൂടിയാണ് ആര്? കുറിച്യർ. മല്ലൈ ബ്രാഹ്മണർ ട്ടോ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ S പരമേശ്വരയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 1 + 2 + 3 + etc + 100 5050 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ 3 + 6 + 9 + etc 300ന്റെ വില കണക്കാക്കുക. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് 3 പുറത്തേക്ക് എടുത്ത് എന്ത് സംഭവിക്കും? 1 + 2 + 3 + etc + 100 എന്ന് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ 3 × ഇതിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. 1 മുതൽ 100 വരെയുള്ള സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. 5050 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3 × 5050 15,150 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 37 × 26 = 962 ആണ് എങ്കിൽ 39 × 26 എന്നീ സംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കുക. ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. 37 + 2 × 26 കണക്കാക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? 39 × 26 എന്ന് പറയുന്നത്. ഇതില് 36 ഇതെന്താ? 37 × 26 + 2 × 26. 37 × 26 നമുക്ക് തന്നിട്ടുണ്ട് 962. അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? 52 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഏതാണ്? 1014. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
ത്രികോണം എ ബി സി 3 മൂലകങ്ങളും വൃത്തങ്ങളിൽ തൊടുന്നു. എ ബി സി ഒരു വ്യാസമാണ്. താഴെ തന്നിരിക്കുന്നതിൽ സിയുടെ കോണളവ് എത്ര? ഇത് നമ്മളുടെ സർക്കിളാണ്. എ ബി എന്ന് പറയുന്നത് വ്യാസമാണ്, ഡയമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇതിലിവിടെ എവിടെ മുട്ടിച്ചു വന്നാലും ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ചിത്രത്തിൽ എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ 4 മൂലകളുടെയും വൃത്തം കടന്നു പോകുന്നു. എ സി എന്നുള്ളത് 10 സെന്റിമീറ്റർ ആണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത എന്ത്? ഇത് കണ്ണടച്ച് കുത്തിട്ടാൽ എങ്ങനെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റും, ഏരിയ ഓഫ് സമചതുരത്തിന്റെ വിസ്തീർണം ഓഫ് സമചതുരത്തിന്റെ വിസ്തീർണം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാ? വിസ്തീർണം ഓഫ് എന്തിന്റെ വിസ്തീർണം? വൃത്തത്തിന്റെ വിസ്തീർണം. അപ്പൊ നമുക്ക് സമചതുരത്തിന്റെ വിസ്തീർണം എത്രയാണെന്ന് കിട്ടണം. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയഗണൽ ഈ രേഖ 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് വശവും എന്തായിരിക്കും? 10√2 ആയിരിക്കും. 10/√2. അപ്പൊ എന്തായി? 10/√2 ഇൻറ്റു 10/√2 എന്താണ്? അതാണ് അതിന്റെ 10 വിസ്തീർണം. സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സൈഡും കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടും 100/2 ആണ്. ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യാം? നമുക്ക് 5 ഉണ്ട്. എന്തിന്? 10 ആണ് ഡയമീറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 5 ആയിരിക്കും ഇവിടത്തെ ആരം എന്ന് പറയുന്നത്. അപ്പൊ πr² ആണ് നമ്മളുടെ എന്ത്? വൃത്തത്തിന്റെ വിസ്തീർണം. അപ്പൊ നമുക്ക് 100/2 ഇൻറ്റു 1/π ഇൻറ്റു 25. 25ഉം 100ഉം 4 തവണ പോയി. 2/π ആണ് ശരിയായ ഉത്തരം. 2/π ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ 3 മടങ്ങിനോട് 3 കൂട്ടിയതിന്റെ ഗുണനഫലം 270 ആണ്. സംഖ്യകൾ ഏത്? ഒരു ഗണ്ണൽ സംഖ്യയുടെ 3 മടങ്ങിനോട് 3 കൂട്ടുന്നതിന്റെ ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്? 270 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് എണ്ണൽ സംഖ്യ ഏതാണെന്ന് അറിയാൻ അവർ രണ്ട് തമ്മിൽ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു നോക്കുക. ഗുണനഫലം 270 ഏതാണോ വരുന്നത് അതായിരിക്കും ശരിയായ ഉത്തരം. ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ. 9ഉം 30ഉം കൂടെ ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 270 കിട്ടുക. അടുത്ത ചോദ്യം, ചിത്രത്തിൽ OAB ഒരു സമഭുജ ത്രികോണവും O ആധാര ബിന്ദുവുമാണ്. OA 6 സെന്റിമീറ്റർ ആണ്. ബിയുടെ സൂചക സംഖ്യകൾ ഏത്? ബിയുടെ സൂചക സംഖ്യകൾ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ഇവിടെയുള്ള ആളാരാണ്? ബിയിൽ നിന്ന് നേരെ ഒരു വര വരയ്ക്കുന്നു. താഴെ എത്തുമ്പോൾ അത് എവിടെ എത്തും? 3 എത്തും. അപ്പൊ നമുക്ക് 3 ആണെന്ന് മനസ്സിലായി ആണല്ലോ. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും അല്ലെ? എല്ലാ വശവും എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ബി എന്ന പോയിന്റിന്റെ എക്സ് ആക്സിസ് തൊട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇതിന്റെ ഉന്നതി എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഉയരം, ഈ ഉയരമാണ് ഉന്നതി. അതെന്തായിരിക്കും? √3/2a ആണ്. ഓക്കെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി √3/2a ആണ്. a നമുക്ക് 6 ആണെന്ന് അറിയാം. അപ്പൊ √3/2 ഇൻറ്റു 6 സമം 3√3. അപ്പൊ നമുക്ക് 3√3 ആണ് നമുക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 3√3. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം,
ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 360 പൈ ആണ്, ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതേ ആരമുള്ള ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? ഇവിടെ തന്നിരിക്കുന്നത് 360 പൈ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 3 പൈ ആർ സ്ക്വയർ ആണ് കേട്ടോ. ഇതിന് അപ്പൊ പൈ ആർ സ്ക്വയർ എത്ര വരും? പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 120 വരും. ഇനി ഇതേ ആരമുള്ള ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 4 പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ 4 × 120 എന്ത് വരും? 480. ഓക്കെ, 480 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, 480 പൈ. അടുത്ത ചോദ്യം, A 33, B 62, C 95 എന്നിവ സമാന്തരികതയിൽ തുടർച്ചയായി 3 മൂലകങ്ങളുള്ള സംഖ്യകളാണ്. നാലാമത്തെ മൂലകളുടെ സംഖ്യ കണ്ടെത്തുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, വരയ്ക്കുന്നതിൽ ചെറിയ അളവ് വ്യത്യാസങ്ങൾ വരും ട്ടോ. A എന്ന് പറയുന്നത് 33 ആണ് കേട്ടോ. A 33. അടുത്തത് B എന്ന് പറയുന്നത് 62. അങ്ങനെയെങ്കിൽ C 95. 95 ആണ് C എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 3-ൽ നിന്ന് ഈ 6-ലേക്ക് എത്താൻ എന്ത് വേണം? ഇവിടെ 3 വേണം. അപ്പൊ ഈ 9-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അപ്പൊ നമുക്ക് ഡിയില് ഒരു പോയിന്റ് കിട്ടി, നമുക്ക് 6 കിട്ടി. ഇനി ഈ ഡിസ്റ്റൻസ് കണക്കാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ളതും കിട്ടും. ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണക്കാക്കുക? 5ഉം 2ഉം ആണ് നമുക്ക് ഇവിടെയുള്ള നീളം എന്ന് പറയുന്നത്. അപ്പൊ ഈ 5ഉം 2ഉം തമ്മിൽ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്റ്റൻസ് കണക്കാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 9-ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. അപ്പൊ 6 ആണ് നമുക്ക് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്, 6. ഈ ഡിസ്റ്റൻസ് ആദ്യത്തെ 6 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9-ൽ നിന്ന് ഓക്കെ, ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലെ? ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ y ആക്സിസിലെ 2ഉം 5ഉം കണക്കാക്കുക. അപ്പൊ അതില് 3 ആണ് വ്യത്യാസം വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 3-ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ x-ൽ 6 വരും. ഈ 3-ന്റെ കൂടെ അടുത്ത 3 y കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. Px = 4x² - 7x + 2 എന്ന ബഹുപദത്തിൽ P(1)ന്റെ വില എത്ര? ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. 4 1² 4 × 1² - 7 × 1 + 2. ഓക്കെ, 4 - 7 + 2 എന്ത് വരും? -1. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. സാങ്കല്പിക പ്രകാരം മാധ്യമ ഉയരം എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ്? ഇതില് നമുക്ക് ഇത്ര കുട്ടികളുടെ ഉയരം എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ കുട്ടികളുടെയും എണ്ണം കണക്കാക്കുക. 8 + 11. മൊത്തം കുട്ടികളുടെ എണ്ണം കണക്കാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 49 എന്ന് കിട്ടും. ഓക്കെ, 49 എന്ന് കിട്ടും. ഈ 49-ല്
ഏകദേശം മാധ്യമ ഉയരം എന്ന് പറയുന്നത് 25ാമത്തെ കുട്ടിക്കായിരിക്കും. സാങ്കല്പിക പ്രകാരം മാധ്യമ ഉയരം എന്ന് പറയുന്നത് 25ാമത്തെ കുട്ടിക്കായിരിക്കും. കാരണം ഇവരെ നമ്മളൊരു ഓർഡറിലാണല്ലോ നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതില് ആവറേജ് എന്ന് പറയുന്നത് ഏറ്റവും നടുവിലെ കുട്ടിക്കായിരിക്കും ഉണ്ടാവുക. അടുത്തത് അടുത്ത ചോദ്യം, അവർ ബസ് വെന്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. ഓപ്ഷൻ നമുക്കിതിൽ പറയാൻ പറ്റില്ല, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിലൊരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന വാഹനത്തിന് മുന്നിൽ നമ്മൾ എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യും, ബൈ ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒന്നിന്റെ ഉള്ളിൽ കൂടി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ത്രൂ ആണ് യൂസ് ചെയ്യുക. നമ്മൾ അവർ ബസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് വരാൻ സാധ്യത. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ആൻ ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്ന, എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ചെയ്യൂ, റീഡ് ദിസ് ബുക്ക്, അല്ലെങ്കിൽ ഷട്ട് ദ ഡോർ, ഓപ്പൺ ദ ഡോർ, അങ്ങനെ എന്തെങ്കിലും ഒരു കമാൻഡിങ് ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്, ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് റീഡ് ദിസ് ബുക്ക് നൗ എന്നുള്ളത് നമുക്ക് ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിട്ട് പറയാം. ഹീ സോ ക്യൂട്ട് എന്നുള്ളത് എന്താണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. വെർ ഈസ് മൈ റാബിറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യനിങ് വേർഡ് ആണ്. അതുപോലെ ദ പ്ലാന്റ് ഈസ് ഗ്രീൻ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് വേർഡ് ആണ്. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഐ വിഷ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത്, ഐ കുഡ് ഹെൽപ്പ് യു എന്നായിരിക്കണം ഉപയോഗിക്കുന്നത്. വിഷിന് ശേഷം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പാസ്റ്റ് ടെൻസ് V2 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഹെവി ഡോൺ പോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക് ഡാഷ് ദ ഹോൾ ഏരിയ. നമ്മൾ മുൻപ് നടന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയണത് അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഹാഡ് ഇനുണ്ടേറ്റഡ്. ഹാഡ് ഇനുണ്ടേറ്റഡ്, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ദ ഇഡിയം റൈഡ്സ് ദ ഹൈ ഹോഴ്സ് മീൻസ് ഫീൽ പ്രൗഡ് ആണ് കേട്ടോ. റൈഡ്സ് ദ ഹൈ ഹോഴ്സ് എന്ന് വെച്ചാൽ ഫീൽ പ്രൗഡ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ. എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്ന ഒരു ആള് നമ്മൾ എന്ത് പറയും, മിസ്ക്രിയന്റ് എന്ന് പറയും. ഓക്കെ, മിസ്ക്രിയന്റ് ആണ് എന്തെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെ നമ്മൾ മിസ്ക്രിയന്റ് എന്ന് പറയും. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. സ്ലീപ്പിംഗ് എന്നാണ് ശരിയായ ഉത്തരം. സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ദേ വിൽ ഹാവ് ടു ഡാഷ് ഇഫ് ദേ വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ. അവർക്ക് ട്രെയിൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു റൺ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇവിടെ ഇഫ് വരികയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അടുത്തത്, ദ ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാണ്ടോ ഡാഷ് എ ഗൺ. എന്തുപയോഗിച്ച്, എന്തെങ്കിലും ഉപയോഗിച്ച് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറയും, വിത്ത് ആണ്, വിത്ത് എ ഗൺ എന്നാണ് പറയാം. ഇഫ് യു ഡാഷ് ദ വർക്ക് യു ക്യാൻ ഗോ. ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക് യു ക്യാൻ ഗോ. ഇത് നമ്മൾ പറഞ്ഞു, ഇഫിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇഫ് ക്ലോസിന് ശേഷം. അടുത്ത ചോദ്യം, സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ്. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ചത് കർമ്മോത്സുകത
അപകർഷത, കർമ്മോത്സുകത, അപകർഷത എന്നുള്ളതാണ് സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ചത്. 6 മുതൽ 12 വയസ്സ് വരെയാണ് എന്ത് സ്കൂൾ പ്രായം എന്ന് പറയുന്നത്. കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷത. അദ്ദേഹം ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? എറിക്സൺ അദ്ദേഹത്തിന്റെ തിയറി രൂപപ്പെടുത്തിയിട്ടുള്ളത്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിന്റെ തൊട്ട് മുകളിൽ വരുന്ന ആവശ്യമാണ്. ശാരീരിക ആവശ്യത്തിന്റെ തൊട്ട് മുകളിലുള്ള ആവശ്യമാണ് സുരക്ഷിതത്വം എന്നുള്ളത്. സുരക്ഷിതത്വം, അടുത്ത സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക, ആത്മസാക്ഷാത്കാരം. ബുദ്ധിയുടെ ജി ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ജി ഘട്ടത്തിന്റെ സവിശേഷതകൾ പെടാത്തത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുക. അത് എസ് ഘട്ടത്തിന്റെ, എസ് ഫാക്ടറിന്റെ സവിശേഷതകൾ പെട്ടതാണ്. പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കുക. 83 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ജി ഘടകം എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. അടുത്ത ചോദ്യം, ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ടുന്ന കൗൺസിലിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രതിരോധ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പ്രതിരോധ കൗൺസിലിംഗ്. അടുത്ത ചോദ്യം, പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരം നൽകണം. ഇത് ആരുടെ തത്വമാണ്? ഇത് ആരുടെ തത്വമാണ്? കാൾ റോജസിന്റെ തത്വമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, കാൾ റോജസ്. അടുത്തത്, പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? റെസിപ്രോക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, വൈഗോട്സ്കിയുടെ ആശയമാണ്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ 8 രേഖബന്ധങ്ങൾ 4 സെറ്റ് ഘടകങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരാണ് സാമീപ്യ നിയമം. എന്താണ്? സാമീപ്യ നിയമം. ഓപ്ഷൻ എ ആണ് സാമീപ്യ നിയമം. ഇത് നമ്മൾ 8 രേഖകൾ ഉണ്ടെങ്കിൽ അത് 4 സെറ്റുകളായിട്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രത്തിൽ അടുത്തടുത്തായിട്ടുള്ള കൂട്ടമായി കാണുന്ന എന്ന പ്രതിഭാസമാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇത് എന്താണ്? സാമീപ്യ നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ സാമ്യതാ നിയമം, അങ്ങനെ ഒരു നിയമം പറയുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. കുറെ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു ത്രികോണം വരച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാ. അല്ലാതെ കുറെ ഡോട്ടുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സാമ്യതാ നിയമം എന്ന് പറയാ. ഗ്രൂപ്പുകളായിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച്, അതായത് നമ്മൾ കുറെ ഡോട്ട് ഇട്ടിട്ടുണ്ട്, അത് മറ്റൊന്നിനോട് സാമ്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം എന്ന് പറയുന്നത്. അതുപോലെ സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, കുറെ ഡോട്ട് ഇട്ടിട്ട് നമ്മളൊരു സർക്കിൾ പോലെ തോന്നും, സർക്കിൾ ആണ് കേട്ടോ. സമ്പൂർണ്ണ നിയമത്തിന് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുക. ഇത് ജസ്റ്റാൾ സിദ്ധാന്തത്തിൽ വരുന്നതാണ് കേട്ടോ. സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, അതുപോലെ സമ്പൂർണ്ണ നിയമം. ഇനി ഒന്നും കൂടി ഉണ്ട്, തുടർച്ചാ നിയമം. തുടർച്ചാ നിയമത്തിൽ എങ്ങനെയാണ്? നമ്മൾ ഒരു ചെറിയ സർക്കിൾ ഇടും, വലിയ സർക്കിൾ ഇടും. ഇതാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സാമീപ്യ നിയമമാണ്. ഒരു വലിയ വര, ഒരു ചെറിയ വര, ചെറിയ വര, വലിയ വര, അങ്ങനെ നമ്മൾ ഒന്നിനടുത്ത് മറ്റൊന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? അത് സാമ്യതാ നിയമമാണ്, സാമീപ്യ നിയമമാണ്. സാമ്യതാ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു വൃത്തം കുറെ എന്തിനെങ്കിലും ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സാമ്യതാ നിയമം എന്ന് പറയും. സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത് ഒരു സർക്കിളില് ഇങ്ങനെ കുറെ വരയിട്ടിട്ട് ഒരു സർക്കിൾ ഡോട്ട് ഇട്ടിട്ട് സർക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സമ്പൂർണ്ണ നിയമം എന്ന് പറയും.
അടുത്ത തുടർച്ചാ നിയമം എന്ന് പറയുന്നത് കുറെ വട്ടം ഇങ്ങനെ തുടർച്ചയായിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തുടർച്ചാ നിയമം എന്ന് പറയും. അടുത്ത ചോദ്യം, ഓർമ്മയുടെ അടിസ്ഥാന ഘട്ടങ്ങളിൽ പെടുന്നത് ഏത്? ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ഓർമ്മയുടെ അടിസ്ഥാന ഘട്ടങ്ങളിൽ പെടുന്നവയാണ്. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? മൂഢബുദ്ധിയിലാണ് റോണി പെടുക. അതായത് 13 വയസ്സുള്ള കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിക്ക് 8 വയസ്സിന്റെ മാനസിക വയസ്സേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവർ എന്ത് ചെയ്യുക? മന്ദബുദ്ധിയല്ല, മൂഢബുദ്ധിയിലാണ് പെടുക. അടുത്ത ചോദ്യം, ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ് കേട്ടോ. സ്റ്റീഫൻ എം കോറി. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജക തന്ത്രമാണ്? ഇത് ഏത് തരം സമായോജക തന്ത്രമാണ്? ഉദാത്തീകരണം. ഏതാണ്? ഉദാത്തീകരണം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത്, ആശയ രൂപീകരണ പ്രക്രിയയിൽ ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതിൽ ആദ്യം സംവേദനം വേണം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ, ജോൺ മേയർ, പീറ്റർ സലോവ. ഇവര് മൂന്ന് പേരും എന്താണ്? വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഇവിടെ മാക്സ് വെർത്തിമർ മാത്രമാണ് ജസ്റ്റാൾട്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അഹമാണ് കേട്ടോ. പോലീസ് ഫോഴ്സ്, അതായത് മനുഷ്യ മനസ്സിലെ അഹം എന്നുള്ള സ്റ്റേറ്റ്, അതായത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത്, അഹം, അത്യഹം, ഈ മൂന്നിലും കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്, അതായത് റിയാലിറ്റിയുമായിട്ട്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? അഹം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിലെ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയും കൂട്ടുകാരിയായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇതിൽ കൂട്ടങ്ങളുടെ പേരാണ് എന്ത്? ലീനയുണ്ട്, അതുപോലെ തന്നെ അനു ഉണ്ട്, കരിഷ്മയുണ്ട്. ഇവര് മൂന്നുപേരും പരസ്പരം എന്താണ് സോഷ്യോഗ്രാം വെച്ചപ്പോൾ ഇവരാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. എങ്ങനെ പറയുകയാണെങ്കിൽ മൂന്നുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്ലിക്കുകൾ എന്ന് പറയും. ക്ലിക്കുകൾ എന്ന് പറയും. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റ് ആണ്. ഇവരിൽ കാണപ്പെടുന്ന ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ഇവരിൽ കാണപ്പെടുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് കേട്ടോ. ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ഓപ്ഷൻ ഡി സംവേദക ചാലക ഘട്ടം. അടുത്ത്, പഠിതാവ് തന്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, അതീത ചിന്ത മെറ്റാകോഗ്നിഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഫ്ലേവൽ ആണ് കേട്ടോ. മെറ്റാകോഗ്നിഷൻ, അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഫ്ലേവൽ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഘട്ടസിദ്ധാന്തം ജീൻ പിയാഷെ, ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, സഹവർത്തിത്വ പഠനം വൈഗോട്സ്കി, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ഓപ്ഷൻ ഡി ആൽപോർട്ട് ആണ് തന്നിട്ടുള്ളത്. അതാണ് തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ടിന്റെ അല്ല, കാൾ റോജേഴ്സിന്റെയാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.